എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നലെ 2 ദിവസത്തിന് മുമ്പേ ഒരു ചെറിയൊരു ടേബിൾ ടോപ്പ് ട്രൈപോഡ് വാങ്ങിയായിരുന്നു. ആൻഡോർ കമ്പനിയുടെ ഒരു ട്രൈപോഡാണ്. മറ്റേ വലിയ ട്രൈപോഡിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു വലിയ വില കൂടിയതുമല്ല, ഒരു മീഡിയം സൈസ് സാധാരണ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വലിയ ചിലവില്ലാത്തൊരു മിനി ട്രൈപോഡാണ്. ഞാനത് കാണിക്കാം. ഇപ്പോൾ ഇതാണ് ആ പാക്കറ്റ്. ആമസോണിൽ നിന്ന് 2 ദിവസം മുന്നേ വാങ്ങിയതാണ്. ഞാൻ ആൾറെഡി തുറന്നെല്ലാം നോക്കിയതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കും. ഇത് തുറക്കുമ്പോൾ കാണുന്നത് ഒരു ചെറിയൊരു യൂസർ മാനുവലുണ്ട്. ഇത് അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ പ്രവർത്തന ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. പിന്നെ ഒരു അലൻ കീ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവറിന് ഉപകാരം ഉപയോഗിക്കുന്നത്. ഇതിന് ചെറിയ നട്ടുകളൊക്കെ ലൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇനി ഈ സാധനം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ആൻഡോർ എന്ന കമ്പനിയുടേതാണ്. ഫോട്ടോഗ്രാഫിക് ആക്സസറീസൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നല്ല ക്വാളിറ്റി, നല്ല ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. അലോയ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട്. നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ അലൻ കീ എന്ന് പറയുന്നതിന് അത് വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ ലൂസ് ചെയ്യാനോ ടൈറ്റ് ചെയ്യാനോ പറ്റും. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാൾ ഹെഡ് ഉള്ളതാണ്. വാൾ ഹെഡ് ആകുമ്പോൾ നമുക്ക് ക്യാമറ വെച്ചിട്ട് നമുക്കിങ്ങനെ ഏത് റൊട്ടേഷനിൽ വേണമെങ്കിലും തിരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്കിപ്പ് പ്ലേറ്റ് ഉണ്ട്. ഈ സ്കിപ്പ് പ്ലേറ്റ് നമുക്ക് ഊരിയെടുത്തിട്ട് നമ്മൾ ക്യാമറയുടെ ബാക്കിൽ ഘടിപ്പിച്ച് എപ്പോഴും ഈ സ്ക്രൂ ഘടിപ്പിക്കേണ്ട കാര്യമില്ല ക്യാമറയിലേക്ക്. ഈ സ്കിപ്പ് പ്ലേറ്റിൽ തന്നെ നല്ല റബ്ബർ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചലിക്കത്തില്ല, നല്ല സ്റ്റേണായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതിലൊരു പ്രത്യേകത, അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ലെവലുണ്ട്. നമ്മൾ തിരശ്ചീന ലെവലിൽ ക്യാമറ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ലെവൽ നമുക്കത് ഉപകരിക്കും. പിന്നെ ഈ ഒരു സാധനം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ ടൈറ്റാവും. പിന്നെ അടുത്തത് ഈ ഒരു ലിവറുണ്ട്. ഈ ഒരു ലിവർ ചെറുതായിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വേണം ഇത് റൊട്ടേറ്റ് ചെയ്യാം. ഈ സാധനം ഇങ്ങനെ ക്യാമറ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ റബ്ബർ ഗ്രിപ്പുണ്ട്. താഴെ ലെഗുകളിലൊക്കെ റബ്ബർ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് മൂവ് ചെയ്യത്തില്ല, നല്ല സ്റ്റേണായിട്ടിരിക്കും. പിന്നെ ക്വാളിറ്റി നല്ല മെച്ചപ്പെട്ട ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് സാധാരണ വില പറഞ്ഞ് പ്ലാസ്റ്റിക്കെല്ലാം കിട്ടും. വളരെ ഇതിൻ്റെ 1 രൂപയ്ക്ക് നമുക്ക് പ്ലാസ്റ്റിക് സാധനങ്ങൾ കിട്ടും. പക്ഷേ അതൊക്കെ വേഗത്തിൽ തന്നെ പോകും. നമുക്കിതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്തായാലും വാങ്ങുമ്പോൾ തീരെ കുറഞ്ഞത് വാങ്ങരുത് ആൾക്കാരും. ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. ഞാനിതിൽ ക്യാമറ ഇങ്ങനെ ഘടിപ്പിക്കുന്നത് കാണിച്ചു തരാം. ഒരു ക്യാമറ ഘടിപ്പിക്കാനായിട്ട് ക്യാമറ എടുത്തിട്ട് ഈ ഒരു സ്കിപ്പ് പ്ലേറ്റ് ഇതിലേക്ക് ഘടിപ്പിക്കുക. ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചലിപ്പിക്കാം. ഏത് പൊസിഷനിൽ വേണമെങ്കിലും ചലിപ്പിക്കാവുന്നതാണ്. ഈ ഒരു ബോൾ ഹെഡ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു മാക്രോ ഒക്കെ എടുക്കണമെങ്കിൽ ചെറിയ ബിന്ദുക്കളെ സാധനങ്ങളൊക്കെ എടുക്കാൻ നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ എടുക്കാം. ഇതെങ്ങനെ വേണം റൊട്ടേറ്റ് ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇനി ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ താഴത്തെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഇത്രയും സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ടേബിളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് നമുക്ക് തന്നെ എടുക്കാം. വേറെ ആളുടെ സഹായം ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. കണ്ടില്ലേ, നല്ല 4 കിലോ നമുക്കിതിൽ വയ്ക്കാം. ഇതിന് വലിയ ക്യാമറ, വലിയ ലെൻസോട് കൂടി തന്നെ നമുക്കിതിൽ വയ്ക്കാവുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വ്ളോഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അടുപ്പിക്കുക. ഇതിൻ്റെ പ്ലേറ്റുകൾ അടുപ്പിച്ചതിന് ശേഷം ഈ ഒരു ഇവിടുത്തെ റൊട്ടേറ്റിംഗ് ലിവർ ക്ലോസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടാകും.
അപ്പോൾ ആ ഒരു 2-3 പർപ്പസ് നമുക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഹാൻഡിയാണ്, നമ്മളെ ചെറിയ ബാഗിലെല്ലാം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ചെറിയ ബാഗിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് നല്ലൊരു സൗകര്യമാണ് തോന്നുന്നത്. നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ നിങ്ങളെല്ലാവരും വാങ്ങുക. പിന്നെ അടുത്തത്, പിന്നെ ഈ ഒരു ചെറിയ ഹോൾ ടൈപ്പ് നമുക്ക് ഈ മരങ്ങളിലോ വല്ലതാണ് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് കെട്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഏത് ഡയറക്ഷനിലും എടുക്കാം. പിന്നെ അടുത്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൺ ആയിട്ട് ഇത് നിർത്തി ഇങ്ങനെ എടുക്കാം. ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. മതിയല്ലോ, മതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.